ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി സീരീസിലെ എപ്പിസോഡ് 1 ആണ്. അപ്പോൾ കുറച്ച് സ്മാർട്ട് ഹാബിറ്റ്സ് നമുക്ക് ഈ ഒരു സമ്മർ വെക്കേഷനിൽ ഫോളോ ചെയ്താലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാബിറ്റ് നോക്കാം. മോർണിംഗ് സൺലൈറ്റ് എക്സ്പോഷർ ആണ്. അതായത് നമ്മളൊരു 5 to 10 minutes ഒക്കെ എന്ത് ചെയ്യുക, സൺലൈറ്റ് കൊള്ളുന്നത് നല്ലതാണ്. നെക്സ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ്. അന്നത്തെ ദിവസം നമ്മൾ രാവിലെ ഒന്ന് ജസ്റ്റ് ജേർണലിംഗ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ, അടിപൊളിയായിരിക്കും. അടുത്തത് നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ഹാബിറ്റ്സ്. അതായത് ആർട്ട്, ക്രാഫ്റ്റ്, പിന്നെ നമ്മുടെ ഡാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിംഗിങ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റീവ് ഹാബിറ്റ്സിൽ എൻഗേജ്ഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വെക്കേഷൻ ടൈം അടിപൊളിയാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ക്രിയേറ്റീവ് ഹാബിറ്റ്സ് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നതെന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ട്രാവൽ അല്ലെങ്കിൽ സോളോ ട്രിപ്പാണ്. ഒന്ന് ജസ്റ്റ് പുറത്തൊക്കെ ഇടയ്ക്കൊക്കെ പോവുക, വെറുതെ ഒറ്റയ്ക്ക് പോവാം. അതായത് വീട്ടിൽ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഫാമിലിയായിട്ടൊക്കെ ട്രിപ്പൊക്കെ പോയിട്ട് വരിക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഗാർഡനിങ് ചെയ്യാം. അതായത് ഇപ്പോൾ നല്ല ചൂടാണ്, എന്നാലും ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ചെറുങ്ങനെ ഒന്ന് ചെടികളുമായിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇൻഡോർ ഗാർഡനിങ് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇൻഡോർ ഗാർഡനിങ് ആണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് നമ്മുടെ റൂം ക്ലീൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ അല്ലെങ്കിൽ ഡെസ്ക്, അങ്ങനെ അതിനൊക്കെ മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് നോക്കുക. റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു അടിപൊളി ലുക്കാക്കി കൊടുക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നാണ്. കാരണം നല്ല വെയിലാണ്, അപ്പോൾ ഡീഹൈഡ്രേഷൻ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലപോലെ വെള്ളം കുടിക്കുക. പിന്നെ മോർണിംഗ് ഓർ ഈവനിങ് ഒരു വാക്കിന് പോവുക, ഇല്ലെങ്കിൽ ഒരു വർക്കൗട്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്യുക, ഒരു 5 minutes ഒക്കെ. പിന്നെ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു നല്ല ബുക്ക് വായിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പ്രൊഡക്ടിവിറ്റി എപ്പിസോഡ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.